അസ്സലാമു അലൈക്കും മുത്തുമണികളെ, എന്തൊക്കെ വിശേഷങ്ങൾ? പിന്നെ നമുക്ക് അൽഹംദുലില്ലാ സുഖം തന്നെ, അങ്ങനെ പോകുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ പോകുന്നു. മഴയാണല്ലേ എല്ലായിടത്തും, എല്ലാ അപകടങ്ങളും നടക്കുന്നുണ്ട്. മക്കളെ എല്ലാവരും സൂക്ഷിക്കുക. മണ്ണ് കട്ടിങ്ങൊക്കെ വീടിൻ്റെ മേലെയുള്ള ആൾക്കാരൊക്കെ സൂക്ഷിക്കുക. അതേമാതിരി തന്നെ മരത്തിൻ്റെ ചോട്ടിൽ കൂടി ഒന്നും വണ്ടി നിർത്താതിരിക്കുക. പോസ്റ്റ് കാലിൻ്റെ ഇതിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. വല്ല കമ്പിയും പൊട്ടിച്ചാടിയിട്ടുണ്ടോ എന്ന് നോക്കുക. കുടുംബത്തിലാണെങ്കിലും വല്ല വയറെങ്ങട്ടേലും വലിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. മക്കളെ ശ്രദ്ധിക്കുക. ഒരുപാട് നോക്കണേ മക്കളെ, നല്ല മഴക്കാലമാണ്. ഞാൻ അതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പോകുന്ന മക്കളോടൊക്കെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വല്ല കമ്പി എവിടെയെങ്കിലും പൊട്ടിച്ചാടി കിടക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും നോക്കാൻ പറയുന്നുണ്ട്. ഏതായാലും ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രം, ഇത് പറയാനല്ല ഞാൻ വന്നത്. പക്ഷെ എന്നാലും ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നൂറെ ഹബീബിൻ്റെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതിൽ കുറേ ദിവസം മുമ്പേ പറയുന്നുണ്ടായിരുന്നു, ഏതോ ഒരു പെണ്ണ് അവരെ സ്ഥാപനത്തിൽ വ്യഭിചാരമാണ് നടക്കണതെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഒരു വർഷമായപ്പോഴത്തേന് ആ സ്ത്രീ മരിച്ചുപോയി, ക്യാൻസർ വന്ന് മരിച്ചുപോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്തോ ഏതോ അതെനിക്കറിയില്ല. പക്ഷേ എന്താണെങ്കിലും അവർ പറയണതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇന്നലെ നൂറെ ഹബീബിയുടെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടതിൽ പറയുന്നുണ്ട്. ആർക്കൊക്കെ ഉസ്താദന്മാർക്കൊക്കെ മറുപടി കൊടുക്കുന്നതാണത്. കാരണം ഒരാൾ നമ്മളെ ഇത് പ്രകാരം ഒരാൾ വ്യഭിചരിക്കുന്നത് നേരിട്ട് നമ്മളെ കണ്ണിൽ കണ്ടാൽ അത് പറയാൻ പാടില്ല. അത് പറയണമെന്നുണ്ടെങ്കിൽ 4 സാക്ഷികൾ വേണമെന്നാണ് പറയുക. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, നമ്മുടെ പണ്ഡിതന്മാർ പറയണത് ഞാനും കേട്ടാണ്. കാരണം ഒരു സ്ത്രീ വ്യഭിചരിക്കുന്നത് കണ്ടു എന്ന് പറയണമെങ്കിൽ നമ്മൾ സ്വന്തം കണ്ടാൽ പോരാ, നമ്മൾ വിളിച്ച് 4 സാക്ഷികളെ കാണിച്ചു കൊണ്ട് വേണം നമ്മളത് പുറത്ത് പറയാനെന്ന് പറയാം. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് മോശമല്ലേ? ആരായിരുന്നാലും ഞാൻ എല്ലാത്തിനും അനുകൂലിക്കുകയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയരുതല്ലോ. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവരും അവരുടെ അള്ളാഹും ആയിക്കോളും. നമ്മളാരാണ് അത് പറയാനും? ഒരു എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പറയും, മറ്റുള്ളവൻ്റെ കുറ്റം നോക്കാൻ നടക്കണ്ട, മറ്റുള്ളവൻ്റെ കാര്യങ്ങൾ നോക്കാൻ നടക്കണ്ട എന്ന് പറയും. പിന്നെ അവിടെ പോകുന്ന ആൾക്കാർ പറഞ്ഞാൽ എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ്. ആണായാലും പെണ്ണായാലും ഒക്കെ പോണത്. എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവിടെ നടക്കുന്നത് എന്തായിരിക്കും അവിടെ പോണവർക്ക് അറിയാലോ. അവിടെ എന്താ നടക്കുന്നത് എന്താ നടക്കാത്തത് എന്നുള്ള അവർക്കറിയാലോ. അപ്പം നമ്മളെന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണത്? നടക്കുന്ന കാര്യം, ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നതിനെ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് അതിൻ്റേതായ മാന്യതയിൽ നമ്മൾ വിമർശിക്കുന്നുണ്ട്. അതാർക്കും ആരെയും വിമർശകരാണ്. കാരണം ഞാനാണെങ്കിൽ പോലും എന്നെയും വിമർശിക്കാറുണ്ട് ചില ആൾക്കാർ. ഒരാൾ മാത്രമേ എന്നെ വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. കാരണം അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ മറ്റുള്ളവരെ പരിധി വിട്ട് ഒരു വാക്ക് പറയാൻ ഞാൻ നിൽക്കാറില്ല. പക്ഷെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്. ഇനിയിപ്പോൾ മരിച്ചത് അള്ളാഹിൻ്റെ കല എത്തി, അള്ളാഹിൻ്റെ ടൈം. കാരണം എത്ര കാലം ജീവിക്കാൻ പാടുള്ളൂ അള്ളാഹിൻ്റെ ദുനിയാവിൽ എന്നുള്ള അള്ളാഹുവാണ് നമുക്ക് 4-ാം മാസത്തിൽ റൂഹ് തരുമ്പോൾ തന്നെ ആ മരണവും എഴുതി വെച്ചിട്ടാണ് നമ്മളെ ദുനിയാവിലേക്ക് വിടണമെന്ന് പറയാം. അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഒരു വ്യഭിചാരം നടക്കണ എന്നുള്ളത് പറയാൻ പാടില്ലല്ലോ. ഒരു വ്യഭിചാരമാണ് അവിടെ നടക്കുന്നത് എന്ന് പറയണമെങ്കിൽ നമ്മൾ കാണണ്ടേ? കാണാതെ നമുക്ക് പറയാൻ പാടുണ്ടോ? അവിടെ പോവുക, അവിടുത്തെ കാര്യങ്ങൾ നോക്കുക, അവിടെ പങ്കെടുക്കുക, അതിനുശേഷം പുറത്ത് വന്നിട്ട് ആവശ്യമില്ലാത്ത കഥകൾ പറയുക. എന്തിന് നമ്മൾ അങ്ങനെ പോകാൻ നിൽക്കണം? എൻ്റെ ചോദ്യം അതാണ്. എന്തിന് നമ്മൾ പോകാൻ നിൽക്കണം? നമുക്ക് ആസ്പത്രികളുണ്ട്, അങ്ങനെയുള്ള രോഗം വന്ന ആസ്പത്രിക്ക് പോകുക എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. രോഗം വന്നാൽ നിങ്ങൾ ആസ്പത്രിക്ക് പോകുക എന്നാണ് അവർ തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തിന് അവിടെ പോകണം? അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത വാക്കുകൾ അവരെക്കുറിച്ച് പറയണം? ഞാൻ അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു വ്യഭിചാരം നടക്കുന്ന ഇടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ പറയണമാതിരി വളരെ മോശമായിട്ടുള്ളതല്ലേ? ഇനി ഇതിൻ്റെ അടിയിലും കമൻറ്റുകൾ വന്നേക്കാം. നിനക്ക് എന്താ തന്നത്, നിനക്ക് എത്ര ഉറുപ്പിക തന്നിട്ടാണ് നിന്നെ കൊണ്ട് വീഡിയോസ് ചെയ്യിക്കുന്നത്? ഞാൻ അള്ളാഹുവാണെ ആരെയൊക്കെ 1 രൂപ വീഡിയോസ് പൈസ വാങ്ങിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരുപാട് വേദനിപ്പിക്കാതെ. അപ്പം നമ്മൾ ആരാണെങ്കിലും തെറ്റ് ചെയ്യാത്തവരില്ല. അത് നല്ല രൂപത്തിൽ പറഞ്ഞ് ഇതാക്കി ഇപ്പം അങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ഇത് പറയാൻ തുടങ്ങിയിട്ട് തെളിവ് സഹിതം പിടിച്ചത് നിർത്തിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇത്രയും ജനങ്ങൾ നമ്മുടെ ഇതിലുണ്ടായിട്ട്
അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അത് പൂട്ടിക്കാനോ അല്ലെങ്കിൽ നിർത്താനോ പറ്റുന്നില്ല? കാരണം ഈ ഒരാളല്ലേ ഉള്ളൂ, മറ്റുള്ളവരെല്ലാം അതിനെതിരുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടത് നിർത്താൻ പറ്റുന്നില്ല? സ്വയം നിർത്തട്ടെ, ഞാനിത് പറഞ്ഞിട്ട് സ്വയം നിർത്തട്ടെ എന്നാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നെങ്കിൽ അത് നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചെങ്കിൽ അവരൊരുപാട് നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കാരണം ആ നല്ല കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പോകുന്ന മനുഷ്യന്മാരുണ്ടാവും. അനാഥ കുട്ടികളെ, യത്തീം കുട്ടികളെ എടുത്ത് വീടും വെച്ച് പഠിപ്പും കൊടുത്ത് ആഹാരം കൊടുത്ത് ഡ്രസ്സും കൊടുത്ത് അവർ ചെയ്യുന്നുണ്ട്. അതേമാതിരി പെൺകുട്ടികളെ ഈ സ്വർണ്ണങ്ങൾ വാങ്ങിയിട്ട് ഇനി അവരെടുത്തോ എടുക്കാതെയോ ആണെങ്കിൽ കൂടി ആ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നുണ്ട്. എത്രയോ ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ കാണാതെ പോകരുത്. കാരണം ഒരു മനുഷ്യൻ ചക്കരക്കുടത്ത് കൈയിട്ട നോക്കാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ അവനവൻ്റെ കുടുംബം ജീവിക്കുന്നുണ്ട്, മറ്റുള്ളവനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? കാരണം എത്രയോ ആൾക്കാർക്ക് കോടിക്കണക്കിൽ ലക്ഷക്കണക്കിൽ ഏക്കറക്കണക്കിൽ സ്ഥലവും പണവും ബാങ്കിലും മക്കളും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടും പാവപ്പെട്ടവനൊരു വീട് വെച്ച് കൊടുക്കാൻ മനസ്സാക്ഷിയില്ലാത്ത എത്രയോ ജനങ്ങൾ ജീവിക്കുന്ന നാട്ടിലാണ് നമ്മളും ജീവിക്കുന്നത്. അതും നമ്മൾ കണ്ട് ഇതും നമ്മൾ കണ്ട് ഇതെല്ലാവരെയൊക്കൊന്നും വാങ്ങിയിട്ട് പിരിച്ചിട്ട് കുറേ എത്തിമക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട്, കുറേ പെൺകുട്ടികളെ കെട്ടിച്ച് കൊടുക്കുന്നുണ്ട്, കുറേ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, അങ്ങനെയെങ്കിലും ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചൊക്കെ അവർക്കും ജീവിക്കണ്ടേ, അപ്പോൾ അവരും അത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള പാവങ്ങളെ സഹായിക്കണമുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാതെ സ്വന്തം പോക്കറ്റ് നിറച്ചുകൊണ്ട് നടക്കണ എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം നിങ്ങളെങ്ങനെയാണ് ചിന്തിക്കണമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം ഒരു പൈസ ഒരാൾ എൻ്റെ കയ്യിൽ തരികയാണെങ്കിൽ ഞാനത് എൻ്റെ സ്വന്തം കാര്യത്തിന് ചിലവാക്കുക. ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസം കൊണ്ട് ഇരിക്കുകയാണെന്ന് നോക്കി, ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കും എനിക്ക് സ്ഥലവും വീടും കാറും വണ്ടിയും വാങ്ങാനും എൻ്റെ കുടുംബത്തിനെ മുന്നിലേക്ക് കൊണ്ടുവരാനും നിൽക്കുന്നതല്ലാതെ അതിനോടൊപ്പം തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള കുറേ പാവങ്ങളെയും പെൺകുട്ടികളെയൊക്കെ ഞാൻ കെട്ടിച്ചു വിടുകയാണെങ്കിൽ അള്ളാഹു അതിൻ്റെ ഒരു റഹ്മത്തും ബർക്കത്തും എനിക്ക് തരില്ലേ? അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും വേദന ഉണ്ടെങ്കിൽ അള്ളാഹുവാണ് എനിക്ക് പുറത്തു തരണേ. ഞാൻ എൻ്റെ മനസ്സാക്ഷി വെച്ചിട്ടുള്ള ഒരു ചിന്താഗതിയിൽ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തതല്ല. എൻ്റെ മനസ്സാക്ഷി കൊണ്ട് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടിയത്, റബ്ബെ കുറേ വാങ്ങുന്നുണ്ടെങ്കിലും കുറേ പാവങ്ങളായ പെൺകുട്ടികളെ ഇന്നും കല്യാണം കഴിച്ചു കൊടുത്തിട്ട് സ്ത്രീധനത്തിൻ്റെ കുറവ് കൊണ്ട്, അതായത് ഒരു 10 പവൻ്റെ ആഭരണം, ഇന്നത്തെ സ്വർണത്തിൻ്റെ വില അറിയാലോ, ഒരു 10 പവൻ്റെ ആഭരണം അവർക്ക് വാങ്ങി 5 പവൻ്റെ ആഭരണം എന്തിനൊരു കഴുത്തിലേക്കും കാതിലേക്കും ഒരു കയ്യുമ്മൽക്കും കാലുമ്മൽക്കും, ഇത് മാത്രമാണെങ്കിൽ തന്നെ എത്ര ചുരുക്കത്തിൽ ഒരു വള്ളു പോലെ എടുത്താലും 5 പവൻ എടുക്കേണ്ടി വരും. അതെടുക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യന്മാർ എൻ്റെ കുടുംബത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് അവർ ചെയ്യുന്നത് നന്മയല്ലേ? കാരണം അങ്ങനെ ഒരു നന്മ എൻ്റെ കുടുംബത്തിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സത്യമായിട്ട് ഞാൻ സ്വീകരിച്ചിരുന്നു. കാരണം വേറെ തരാൻ ആളില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നന്മ കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കും. അതിന് പകരം അവിടെ പോയി വ്യഭിചരിക്കുന്നു എന്ന് അർത്ഥമില്ല. നമുക്ക് കിട്ടുന്ന സഹായങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഒരുപാടായി, 9 മിനിറ്റ് 8 മിനിറ്റായി. അപ്പോൾ അടുത്ത ഇതിൽ കാണാൻ, നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഇതിനെന്തൊക്കെ കമൻറ്റാണ് വരുന്നത്. അല്ലാഹുവാണ് സത്യം, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദന തോന്നിയെങ്കിൽ പുറത്തു തരണേ, ക്ഷമിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. അസ്സലാമു അലൈക്കും.